ഹലോ അളയെന്ന് അളയന്റെ ആരൊക്കെ കാണാൻ വന്നേ? സിദ്ധു എന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. പണ്ട് പ്രൈമറി സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ സിദ്ധുവിന്റെ സീനിയർ ആയിരുന്നു. പ്രഭാത്. പ്രൈമറി സ്കൂളിൽ പ്രഭാത്. അല്ല, പ്രഭാത് എന്താ ഇവിടെ? ഞാൻ കഴിഞ്ഞ ദിവസം മെട്രോ ഫ്ലാറ്റിന്റെ അവിടെ വെച്ച് സിദ്ധുവിനെ കണ്ടായിരുന്നു. അവിടെ ഞാൻ പോയിരുന്നു. അവിടെ എന്തിനാ പോയെ? അവിടെ എന്റെ ഫ്രണ്ടിന്റെ അവിടെ ഫ്ലാറ്റ് ഉണ്ട്, അവിടെ പോയതാ. എന്തായിരുന്നു? സിദ്ധു ഇവിടെയാണോ താമസിക്കുന്നത്? ഇതെന്റെ വൈഫ് ഹൗസാ. അളയന്റെ പണ്ടത്തെ ഫ്രണ്ട് അളിയാ? എനിക്ക് എന്റെ പണ്ടത്തെ ഫ്രണ്ടാ പ്രഭാത്. അളിയ, എനിക്ക് പറഞ്ഞു വന്നപ്പോ ചെറിയ പരിചയം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായി. സിദ്ധു മാരീഡ് ആണല്ലേ? മാരീഡാ. അല്ല, പ്രഭാത് എന്താ ഇവിടെ? സിദ്ധുവിനെ അവിടെ വെച്ച് കണ്ടപ്പോ ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നുന്നു. ചിക്കൻ എടുത്ത് വെച്ചോണ്ടേ. ഓ, അപ്പൊ സിദ്ധു ആണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്? അത് ഇന്നത്തെ ദിവസം ഞാൻ ഒരു ചേഞ്ചിന് കുക്ക് ചെയ്യാന്ന് ഓർത്തു. പ്രഭാത്, ഇതെന്റെ വൈഫ് ലക്ഷ്മി. ഓ, അപ്പൊ ഇതാണല്ലേ ഭാര്യ? ചിക്കൻ കറി ഞാൻ വയ്ക്കാം. അല്ല, അതാണ് എന്റെ പ്രൊഫഷൻ. എന്താ ചിക്കൻ കറി വെക്കണേ? ഞാൻ ഷെഫാണ്. ഷെഫ് എന്ന് വെച്ചാ കുക്ക്. ചിക്കൻ കറി നന്നായിട്ട് വെക്കണേ. എവിടെയാണ് കിച്ചൺ? അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നഗത്തേക്ക് കയറി ലെഫ്റ്റ്. ഓക്കെ, താങ്ക് യു. മാമ എന്ത് പരിപാടി അമ്മായി കാണിച്ചേ? കിച്ചണിൽ കയറ്റി. സിദ്ധുവിന്റെ ഫ്രണ്ട് കുക്ക്. അപ്പൊ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കൂലേ? അല്ല, ഫ്രണ്ട് ആണെന്ന് തന്നെ എനിക്ക് പറഞ്ഞു വന്നപ്പോഴാ മനസ്സിലായ. അപ്പൊ കറക്റ്റ് മനസ്സിലായ? ഇല്ല. അല്ല, പുള്ളി ശരിക്കും എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചിക്കൻ കറി വെക്കാൻ. അല്ല, പക്ഷെ എന്തോ ഒരു വശവശമില്ലേ പുള്ളിയെ കണ്ടിട്ട്? ആ കയ്യിലുള്ള ഉണക്ക പെട്ടിയും വല്ലാത്തൊരു നിർത്ത്, നോട്ടം, ഭാവം അങ്ങോട്ട് ഇതാവണില്ലളിയാ. തന്നെടാ, എന്തോ ഒരു കണക്ഷൻ മിസ്സില്ലേ പുള്ളിക്ക്? ഉണ്ടോ? ഇല്ലേ? ആളെ വിളിച്ച് വാർത്ത കേട്ടിട്ടാണോ ഇങ്ങനൊക്കെ പറയുന്നത്? അല്ല, ഷെഫായിരുന്നല്ലേ പറഞ്ഞേ? എവിടുത്തെ ഷെഫായിരുന്നു? ഞാൻ കുറെ കാലം പുറത്തായിരുന്നു. ഓ, അപ്പൊ കൊറേ നാൾക്ക് ശേഷം അളിയനെ കാണാൻ വേണ്ടി വന്നതാണല്ലേ? അളിയനെ കാണാൻ വന്നതാ. കൊറേ നാളായി കണ്ടിട്ട്. உங்களுக்கு எல்லாமே குக் செய்ய தெரியுமா? ഞാൻ ഷെഫാണല്ലോ. ഇനി നമുക്ക് ചിക്കൻ ചെറിയ ചെറിയ പീസുകളാണ്. அதுக்கு என்ன, நான் கொடுக்கறேனே கத்தி. ഇത് പോരാ. ഇതിട്ട് മുറിച്ചാ മുറിയില്ല. കത്തി എൻ്റെ കയ്യിലുണ്ട്. ഇതെന്തോന്ന് ചേട്ടാ അത്? കത്തിക്കണേ? ഞാൻ ഷെഫാണല്ലോ. അല്ല, പ്രഭാത് എന്താ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന? ഇത് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. அப்படின்னா நாளையில இருந்து நானும் இப்படியே தான் நடக்க போறேன், கத்தி வச்சிட்டு. എന്തിന്? நானும் இங்கேத்த ഷെഫ് தானே. കനകാന്റി, ഇന്നത്തെ ചിക്കൻ കറി പ്രഭാത് കുക്ക് ചെയ്തോളും. ആന്റി അകത്തോട്ട് വെക്കോ, കഴിക്കാറാകുമ്പോ ഞാൻ വിളിക്കാം. வேணா சித்து, எனக்கும் புதுசா ஏதாவது கத்துக்கலாம்ல, அதனால நானும் இங்கே நிக்கிறேன். ആന്റി, ആന്റിക്ക് നാളെ പഠിച്ചാ പോരെ? ശിവ വിളിച്ചോണ്ട് പോ.
വിളിച്ചോണ്ട് പോടി. വാ ആന്റി കുക്കിയിട്ട്. അല്ല പ്രഭാത് എന്താ ഇങ്ങോട്ട് വന്നേ? എനിക്കറിയാമായിരുന്നു സിദ്ധു ഈ ചോദ്യം എന്നോട് ചോദിക്കുമെന്ന്. എന്നാ പിന്നെ അതിനുള്ള ഉത്തരം ആദ്യം പറഞ്ഞുവിടായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? അയ്യോ ചേട്ടൻ പെട്ടെന്ന് പറയണ്ട, പയ്യെ സമയം എടുത്തു പറഞ്ഞാൽ മതി. ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. മതി. അതെ അല്ലാടേ വരെ. അളയോ ഇത് പണിയാവുമല്ല. ആ നമുക്ക് പുള്ളിയോട് പോവാൻ പറഞ്ഞാലോ? പുള്ളിയുടെ അടുത്ത് പോവാൻ പറഞ്ഞാ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, അളിയുടെ ശരിക്കും ഇയാളെ അറിഞ്ഞുകൂടി? എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് ആയില്ല പുള്ളിനെ. എടാ കണക്കൂട്ടിക്കൊണ്ട് നിക്കാതെ കാര്യം പറ. അല്ല ആ അളിയ അളിയനെ ഏതോ ഒരു ഫ്ലാറ്റ് വെച്ചാണ് അങ്ങേര് കണ്ടേന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ. അളിയൻ പോയ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിന്റെ പേരെന്തര്? മെട്രോ ഫ്ലാറ്റ്. മെട്രോ METRO മെട്രോ മെട്രോ. അതേടാ എന്താ? ആ ഫ്ലാറ്റ് തന്നെ. അതെ. അയ്യോമേ അതെ ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ അത് കേട്ടിട്ട് നിങ്ങളെല്ലാം കൂടെ ഞെട്ടി വിളിച്ചോണ്ട് ഓടല്ലേ? ഉറപ്പാണോ? ഒരു 3 പേരെ കൊന്നിട്ട് വെട്ടി നുറുക്കി പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കണ്ടെത്തിയില്ലേ? മറ്റേ സീരിയൽ കില്ലർ താമസിച്ചോണ്ടിരുന്ന സ്ഥലം. ആ ഫ്ലാറ്റിന്റെ പേര് മെട്രോ. അപ്പൊ നീ എന്താ പറഞ്ഞേ? അയാളാണ് സീരിയൽ കില്ലറാ? അല്ലാതെ തന്നെ ഇത്രയും കത്തിയും പാക്ക് ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നും പുള്ളിക്കില്ലല്ലോ. അല്ലയോ ഇത് സംഭവം മിക്കവാറും അയാൾ അളിയനെ അവിടെ വെച്ച് കണ്ടപ്പോ നോട്ട് ചെയ്തു. എടാ എന്നെ എന്തിനാടാ നോട്ട് ചെയ്യണേ? അത് ചിലപ്പം പുള്ളിക്കാരൻ ആരെങ്കിലും കൊന്നോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അളിയനെ കണ്ടത്. അപ്പൊ അങ്ങനെ വിചാരിച്ചു കാണും അളിയനെ കൊലപാതകം കണ്ടെന്ന്. അത് ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോടാ. അതങ്ങനെ അറിയണ്ടേ? എങ്കിൽ പിന്നെ ഞാൻ പോയി പറയട്ടെ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മണ്ടത്തരം പറയല്ലേ അളിയ? അളിയ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ പുള്ളി സീരിയൽ കില്ലർ ആണെന്നാണോ? ആ അതെ. ഏയ് അങ്ങനൊന്നും ആവത്തില്ല. എന്റെ സ്കൂളിൽ പഠിച്ച ആർക്കും അങ്ങനെ സീരിയൽ കില്ലർ ആവാനൊന്നും പറ്റത്തില്ല. അളിയന്റെ സ്കൂളിൽ പഠിച്ച ആർക്കും സീരിയൽ കില്ലർ ആവാൻ പറ്റില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? അത് തന്നെ. എന്തായാലും മൊത്തത്തിലൊരു വശപ്പശകൊണ്ട്. വശവശക്കല്ല സൈക്കോ. എന്താ ചേട്ടാ, അല്ലാണ്ട് ഏത് ഷെഫാണ് കുറെ കത്തിയും ചുറ്റിയൊക്കെ എടുത്തോണ്ട് സൂട്ട് കേസ് കൊണ്ടു നടക്കണത്? ആൾക്കാരെ വെട്ടാനുള്ള ടൂൾസ് ആയിരിക്കും ചിലപ്പോ അത്. ഫിക്സ്. ഇപ്പൊ എന്ത് ചെയ്യും? അളിയ ഓ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ അടുത്ത് അയക്കണേ. അളിയന്റെ സുഹൃത്തല്ലേ, അളിയ എന്തെങ്കിലും ചെയ്യും.
ഇയാളെ പറഞ്ഞിട്ട് എന്തുവാ ചെയ്യാ? സിദ്ധു ഇയാളെ പരിചയമുള്ള ആരെങ്കിലും സിദ്ധുവിന് പരിചയമുണ്ടോ? എനിക്ക് ഈ പുള്ളിനെ തന്നെ അത്ര പരിചയമില്ല. അളയാ ഇങ്ങനെ എങ്ങനെ ഇവിടെ നിന്ന് ചവിട്ടി ഇറക്കും?